അസ്സലാമു അലൈക്കും. രുചികരമായ ബീഫ് കറി ആയാലോ? അതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൊച്ചുള്ളിയും തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചു. 5 സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി സമയത്തൊന്നിനും ഓടാൻ പാടില്ല, എല്ലാം റെഡിയാക്കി വെച്ചു. ഇപ്പോൾ ഇടികല്ലിൻ്റെ പ്രവർത്തനമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കണം. ആഹാ, നമ്മുടെ താരമെത്തിയല്ലോ. 1 കിലോ ബീഫാണ്. നല്ല ചുമന്ന കളറുള്ള മാംസം നിങ്ങൾ കാണുന്നില്ലേ? ദാ നല്ല കളറുണ്ട്. ഇതിനെ വൃത്തിയാക്കി എടുക്കണം. ഇടികല്ലിൽ ഞാൻ ഇടിച്ചത് ഉമ്മാക്ക് തൃപ്തിയായില്ല. ഒന്നുകൂടി അതിനെ മർദ്ദിക്കുവാണ്. ഇടിച്ച് നല്ലപോലെ ചാറെടുത്താലേ കറിക്ക് രുചിയാകൂ എന്നാണ് ഉമ്മാടെ തീരുമാനം. പഴമയുടെ പാചകമല്ലേ, അനുസരിക്കാതെ തരമില്ല. ചട്ടി ചൂടായി എണ്ണയൊഴിച്ചു. എണ്ണയിൽ നല്ലപോലെ ഉലുവ ചൂടാകണം. എന്നാൽ മാത്രമേ ആ മണം എണ്ണയിലോട്ട് ഇറങ്ങൂ. കറി അതുപോലെ രുചിയാകണ്ടേ. കരിയേപ്പില ഇട്ടു. കൂടെ തന്നെ നമ്മൾ സവാളയും ഇട്ടു. ഇഞ്ചി പച്ചമുളക് ചതച്ചതിട്ടു. തക്കാളി അരിഞ്ഞിട്ടു. ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി. അതിൻ്റെ കൂടെ നമ്മൾ ഇറച്ചിയും അതിലേക്ക് ചേർത്തു. അതിലേക്ക് തന്നെ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 3 വിസിലടിപ്പിക്കും. അപ്പോഴേക്കും നമ്മൾ ഇറച്ചി നല്ലപോലെ വെന്ത് കിട്ടും. ബീഫിന് വേവ് കൂടുതലാണെങ്കിൽ വിസിൽ കൂട്ടാം, വേവ് കുറവാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. 1.5 ഗ്ലാസ് വെള്ളവും ചേർത്താണ് നമ്മൾ വിസിലടിക്കുന്നത്. കുക്കറിൻ്റെ വിസിൽ പോയി തുറന്നപ്പോഴുള്ള അവസ്ഥ ഇതാ. ഇറച്ചി വെന്തോ എന്ന് നോക്കുകയാണ്. കൈ പൊള്ളിയെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല വെന്ത് റെഡിയായി കിടക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റണം. ചട്ടിയല്ലല്ലോ, ഇത് ഉരുളിയാണ്. ഇതിലേക്ക് മാറ്റണം. ഇനി നമുക്ക് 3 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇതിലേക്ക് ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കലോടെ ഇളക്കൽ. ഒരു 30 മിനിറ്റ് ചെറിയ തീയിൽ വേവട്ടെ. അപ്പോഴേക്കും അതിൻ്റെ ഇറച്ചിയൊക്കെ നല്ലപോലെ മസാലയുമായി പിടിച്ച് സെറ്റാവും. വെട്ടിത്തിളയ്ക്കുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാ. സംഭവം ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? നല്ല രുചികരമായ ബീഫ് കറിയാണ്.